1 HSA മാത്സ് ക്വസ്റ്റ്യൻ സീരീസ് ഡേ 5 സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇതിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സും വൈയും അനിയത ചരങ്ങളാണ്, റാൻഡം വേരിയബിൾസ് ആണ്. എക്സ് ഫോളോ ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ 10 ഉം 0.5 ആണ്. y is equal to 10 മൈനസ് എക്സ് എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് വൈ, വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ തന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താം? വൈനെ നമ്മൾക്ക് 10 മൈനസ് എക്സ് ആക്കിയിട്ട് എഴുതാം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് 2x മൈനസ് 10 ആയിരിക്കും അല്ലെ. ഇനി എക്സ്പെക്ടേഷന്റെ ഒരു പ്രോപ്പർട്ടി ആണ് എന്ത്? എക്സ്പെക്ടേഷൻ ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് പ്ലസ് ബി ആയിരിക്കും അല്ലെ. സോ അതിൽ നിന്ന് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഈ 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് 10. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾക്ക് അവർ എന്ത് തന്നിരിക്കുന്നത്? എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് 10 ആൻഡ് 0.5. ഇവിടെ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് n is equal to 10 ആണ്, അതുപോലെ p is equal to 0.5 ആണ് അല്ലെ. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഇക്വേഷൻ ഇസ് n ടൈംസ് p ചെയ്ത് കഴിഞ്ഞാലാണ് എക്സ്പെക്ടേഷൻ കിട്ടുക. ദാറ്റ് ഇസ് 10 into 0.5. സോ ദാറ്റ് ഇസ് എക്സ്പെക്ടേഷൻ നമ്മൾക്ക് എത്രയാണ്? 5 ആണ്. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2 times 5 minus 10 എന്ന് പറയുമ്പോൾ 10 minus 10 equal to 0 ആണ്. സോ നമ്മൾക്ക് ആൻസർ എന്ത് വരും? 0 എന്ന് വരുന്നുണ്ടാവും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, നോർമൽ വിതരണമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തവ ഏത്? അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ നമ്മൾക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്ക്യൂനത 0 ആണ്, കർട്ടോസിസ് 3 ആണ്. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും നമുക്ക് എന്താണ്? സിമെട്രിക് ആയിരിക്കും. അപ്പോ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണ് എങ്കിൽ അതിന്റെ മീനിങ് എന്താ? അവിടെ അതിന്റെ സ്ക്യൂനസ് 0 ആണ്. കാരണം സ്ക്യൂനസ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഓർ നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേവ് എപ്പോഴും ഈ രീതിയിലാണ് ഉണ്ടാവുക അല്ലെ. ഇതാണ് നമ്മൾക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ അതിന്റെ കേവ് നമ്മൾക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ അലൈൻ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് അതിന്റെ സ്ക്യൂനസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ സ്ക്യൂനസ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നോൺ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷനുകൾക്കാണ് നമ്മൾക്ക് എന്താവുന്നത്? സ്ക്യൂനസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും നമുക്ക് എന്താണ്? ഈ ഒരു കേസ് നമുക്ക് സിമെട്രിക് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല? സ്ക്യൂനസ് എക്സിസ്റ്റ് ചെയ്യില്ല. സോ നമുക്ക് സ്ക്യൂനസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി കർട്ടോസിസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. കർട്ടോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷന്റെ പീക്നെസ് ആണ് അല്ലെ. സോ നമുക്ക് ഹൈലി പീക്ഡ് ആയിട്ടുള്ള കർവ് ആവാം, അല്ലെങ്കിൽ എന്താവാം കുറച്ച് ഇതിനെയാണ് നമ്മൾ ഈ ഒരു കേസിലാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. പിന്നെ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ളത്, ഈ 3 രീതിയിലാണ് നമ്മൾക്ക് ഉണ്ടാവുക. ഇതിൽ നമ്മൾക്ക് ഏറ്റവും ഹൈലി പീക്ഡ് ആണ് എങ്കിൽ നമ്മൾക്ക് അതിന് β3 അല്ലെ, β3 കൊണ്ട് β3 വിൽ ബി ഗ്രേറ്റർ ദാൻ 0 അല്ല, ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കും. ഇവിടെയുള്ള കേസിൽ β3 ഈക്വൽ ടു 3 ആയിരിക്കും. ആൻഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഇത് എന്ന് പറയുന്നത് β3 ഈസ് ലെസ് ദാൻ 3 ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ലെപ്റ്റോകേർട്ടിക്, മെസോകേർട്ടിക്, പ്ലാറ്റികേർട്ടിക് എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നത് അല്ലെ. സോ ഇതിൽ β3 ഈക്വൽ ടു 0 ആവുന്നതാണ് നമ്മൾക്ക് എന്ത്? സിമെട്രിക് കർവുകൾ അല്ലെ. ദാറ്റ് ഈസ് അതിന്റെ കർട്ടോസിസ് വാല്യൂ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? കർട്ടോസിസ് വിൽ ബി ഈക്വൽ ടു 3 അല്ലെ. അതിന്റെ വാല്യൂ 3 കാരണം സിമെട്രിക് ആയതുകൊണ്ട്. സിമെട്രിക്കിന്റെ കേസിൽ നമ്മൾക്കപ്പോ സ്ക്യൂനസ് 0 ആണ്, കർട്ടോസിസ് 3 ആണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമ്മൾക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? ആവർത്തി വക്രം മാധ്യത്തിന്റെ സംമിതമല്ല. അതായത് ഫ്രീക്വൻസി കർവ് എന്താണ്? സിമെട്രിക് അല്ല എന്നാണ് പറയുന്നത് അല്ലെ. പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നോർമൽ കർവ് എന്താണ്? സിമെട്രിക് ആണ് അല്ലെ. സോ ഇത് നമ്മൾക്ക് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ആൻസറിലേക്ക് എത്തി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് നമ്മൾക്ക് പറയാം. അപ്പൊ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് അല്ല എന്ന് അറിയാമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഓപ്ഷൻ ബിയിലേക്ക് നമ്മൾക്ക് പറയാം. ഇനി ഓപ്ഷൻ സിയിലേക്ക് നോക്കുമ്പോൾ മാധ്യം, മധ്യം, മഹിതം ഇതെല്ലാം ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ സിമെട്രിക് കർവിന് കേസിൽ എല്ലാം നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ. നോർമൽ കർവ് സിമെട്രിക് ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ആൻസറിലെല്ലാം നമുക്ക് ഒറ്റയടിക്ക് ആൻസറിലേക്ക് വരാം അല്ലെ. കാരണം സിമെട്രിക് ആണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം? മീനും മീഡിയനും എല്ലാം നമ്മൾക്ക് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ഒരു സിമെട്രിക് കർവിന്റെ കേസിൽ.
അതും ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് പറയാൻ പറ്റുക. നമ്മൾക്ക് എന്താണ് അത് സിമെട്രിക് ആയിട്ടുള്ള ഒരു കേർവ് ആവുന്ന സമയത്ത് ഈ സിമെട്രിക് ആയിട്ടുള്ള ഈ ഒരു പൊസിഷനിലായിരിക്കും അതിന്റെ എന്തുണ്ടാവുന്നത്, മീൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. മീഡിയനും അവിടെ തന്നെ ആയിരിക്കും, അതേ വാല്യൂ ആയിരിക്കും. അതുപോലെ മോഡും ഇതെല്ലാം ഈക്വൽ ആവുന്നത് എപ്പോഴാണ്, സിമെട്രിക് കേർവിന്റെ കേസിലാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ, മാധ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള എല്ലായിടത്തെയും ഒറ്റ ക്രമത്തിലുള്ള മൊമെന്റുകൾ ശൂന്യമാണ്. അതായത് ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സ് 0 ആണ്. അതും എഗെയിൻ നമ്മൾക്ക് എന്താണ്, സിമെട്രിക് ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഓഡ് ഓർഡർ സെൻട്രൽ മൊമെന്റ്സുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമ്മളുടെ ആൻസർ ഏതാണ്, ഇതെല്ലാം നമ്മൾക്ക് എന്താണ്, ട്രൂ സ്റ്റേറ്റ്മെന്റുകളാണ്. ഓപ്ഷൻ ബി മാത്രമാണ് നമ്മൾക്ക് ഫോൾസ് ആവുന്നത്. അപ്പോൾ ആകെ ഇത്രേ ഉള്ളൂ. നോർമൽ ഒരു കേർവ് നോർമൽ ആണ് എങ്കിൽ, ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണ് എങ്കിൽ അത് സിമെട്രിക് ആണ്. ബാക്കിയെല്ലാം സിമെട്രിക് ആയതുകൊണ്ട് വരുന്ന പ്രോപ്പർട്ടീസ് ആണ് അല്ലെ. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓപ്ഷൻ ഈസിലി നമ്മൾക്ക് ക്രാക്ക് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, x1ഉം x2ഉം പരസ്പരം സ്വതന്ത്രമായ പോയിസൺ അനിയത ചരങ്ങളാണ്. അപ്പൊ നമ്മൾക്ക് x1ഉം x2ഉം രണ്ടും എന്താണ്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അല്ലെ. സോ x1 ഫോളോസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ x2 നമുക്ക് എന്താണ്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അതിന്റെ യഥാക്രമം അവയുടെ പാരാമീറ്ററുകൾ 1ഉം 2ഉം ആണ് അല്ലെ. സോ p ഇതെന്താണ്, p ഓഫ് 1 ആണ്, ഇത് p ഓഫ് 2 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ പോയിസന്റെ പാരാമീറ്റർ എന്താ, ലാംഡയാണ്. സോ ലാംഡ 1 is equal to 1 എന്നും പറയാം, ലാംഡ 2 is equal to 2 എന്നും നമ്മൾക്ക് പറയാം. ഇനി ഓപ്ഷൻസിലേക്ക് നോക്കുക. എക്സ്പെക്ടേഷനെ കുറിച്ചും വേരിയൻസിനെ കുറിച്ചും പ്രോബബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു x2നെ കുറിച്ചൊക്കെയാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത് അല്ലെ. സോ ആദ്യം നമ്മൾക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സുകൾ നോക്കാം, കാരണം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. സോ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം നമ്മൾക്ക് എന്താണ്, വേരിയൻസ് ഓഫ് എക്സും എല്ലാം ലാംഡയാണ് അല്ലെ. സോ നമ്മൾക്ക് എക്സ്പെക്ടേഷൻ ഓഫ് x1 നമ്മൾക്ക് എന്ത് വരും, 1 വരുന്നുണ്ടാവും. അതുപോലെ തന്നെ വേരിയൻസ് ഓഫ് x1 നമ്മൾക്ക് എന്ത് വരും, അതും 1 വരും. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് x2 ആണെങ്കിലോ, എക്സ്പെക്ടേഷൻ ഓഫ് x2 നമ്മൾക്ക് എന്തായിരിക്കും, 2 ആയിരിക്കും. ഏതാണോ ലാംഡ അത് അല്ലെ. സോ എക്സ്പെക്ടേഷൻ അല്ല, വേരിയൻസ് ഓഫ് x2 നമ്മൾക്ക് എന്തായിരിക്കും വരുന്നത്, 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്, എക്സ്പെക്ടേഷൻ ഓഫ് x1 is greater than എക്സ്പെക്ടേഷൻ ഓഫ് x2, വേരിയൻസ് ഓഫ് x1 is greater than വേരിയൻസ് ഓഫ് x2. സോ ഓപ്ഷൻ എ നമ്മൾക്ക് ട്രൂ ആയി, ഓപ്ഷൻ സി നമ്മൾക്ക് ഫോൾസ് ആയി അല്ലെ. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് നമ്മൾക്ക് പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, x1 ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വിത്ത് -√3 ആണ്, ആൻഡ് x2 ഫോളോസ് N01. N01 എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. വെറും നോർമൽ അല്ല, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. സോ x1ഉം x2ഉം നമ്മൾക്ക് ഇങ്ങനെയാണ് എന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രൂ എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. സോ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻസ് ആണല്ലോ, ആൻഡ് -√3 മുതൽ √3 വരെയാണ് നമ്മൾക്ക് ഇവിടെ വാല്യൂസ് ഉള്ളത് അല്ലെ. സോ -√3, 0, √3 എന്ന് പറയുമ്പോൾ ഇതെന്താണ്, അതിന്റെ ലിമിറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, സിമെട്രിക് എബൌട്ട് 0 ആണ്. കാരണം 0യിൽ നിന്നും എക്സാക്ട് ഡിസ്റ്റൻസ് ആണ് -√3യിലേക്കും √3യിലേക്കും ഉള്ളത് അല്ലെ. സോ യൂണിഫോം ഡിസ്റ്റൻസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും, സിമെട്രിക് എബൌട്ട് 0 അല്ലെ. 0നോട് നമ്മൾക്ക് എന്താണ്, സിമെട്രിക് ആയിട്ടാണ് നമ്മൾക്ക് ഇതിന്റെ റേഞ്ച് കിടക്കുന്നത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് പറയാം, പ്രോബബിലിറ്റി ഓഫ് x1 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നതും പ്രോബബിലിറ്റി ഓഫ് x2 ഇനി x2 ആണെന്നില്ല, x1 തന്നെ എടുക്കാം, x1 ലെസ് ദാൻ 0 എന്ന് പറയുന്നതും വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, 1/2 ആയിരിക്കും അല്ലെ. ഇവിടെ നമുക്ക് x1 ആണ് നമ്മൾക്കുള്ളത്, x1 ആണ് നമ്മുടെ റാൻഡം വേരിയബിൾ അല്ലെ. സോ പ്രോബബിലിറ്റി ഓഫ് x1 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നതും പ്രോബബിലിറ്റി ഓഫ് x1 ലെസ് ദാൻ 0 എന്ന് പറയുന്നതും നമ്മൾക്ക് എന്ത് കിട്ടി, 1/2 ആണെന്ന് കിട്ടി അല്ലെ. ഇനി നമ്മൾക്ക് x2യിലേക്ക് വരാം. x2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ നമുക്കത് സിമെട്രിക് ആണ് അല്ലെ. സോ ഇത് സിമെട്രിക് എബൌട്ട് എന്താണ്, 0നോട് സിമെട്രിക് ആണ് അല്ലെ. സോ എഗെയിൻ നമ്മളുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നമ്മൾക്ക് റേഞ്ച് സിമെട്രിക് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനും സിമെട്രിക് ആണ്. സോ അതും നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാം, സിമെട്രിക് ആണ് എങ്കിൽ
സിമെട്രിക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കേവ്, ഇപ്പൊ സപ്പോസ് ഇതാണ് നമ്മുടെ കേവ് എങ്കിൽ നമുക്ക് സീറോയോട് സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും ഇതിന്റെ റൈറ്റ് സൈഡിലേക്കും ഒരുപോലെ ആയിരിക്കും നമുക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് അല്ലെ. സോ പ്രോബബിലിറ്റി ഓഫ് x2 ലെസ് ദാൻ 0 എന്ന് പറയുന്നതും പ്രോബബിലിറ്റി ഓഫ് x2 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നതും രണ്ടും ഈക്വൽ ആയിരിക്കും. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. സോ ഇത് രണ്ടും ഈക്വൽ ആണ് എങ്കിൽ ഇതെന്തായിരിക്കും, ഹാഫ്, ഈച്ച് ഹാഫ് ആയിരിക്കും അല്ലെ. സോ അവിടുന്ന് നമ്മൾക്ക് എന്ത് പറയാം, പ്രോബബിലിറ്റി ഓഫ് x1 ഗ്രേറ്റർ ദാൻ 0 ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് x2 ലെസ് ദാൻ 0 അല്ലെ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യും ട്രൂ തന്നെയാണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ്, ഈക്വൽ ടു 1/2. സോ ഓപ്ഷൻ എ ആണ് നമ്മൾക്ക് ഇവിടെ ട്രൂ. ബാക്കി എല്ലാ ഓപ്ഷനുകളും നമ്മൾക്ക് ഫോൾസ് ആയിരിക്കും. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് x1 നോട്ട് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് x2 ആ. എക്സ്പെക്ടേഷൻ രണ്ടും ഇതിന്റെ കേസിൽ നമുക്ക് എന്തായിരിക്കും, എക്സ്പെക്ടേഷൻ ഓഫ് x1 0 ആയിരിക്കും, അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് x2 നമ്മൾക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഇത് ഈക്വൽ ആണ്, നോട്ട് ഈക്വൽ എന്നുള്ളത് നമ്മൾക്ക് എന്താണ്, ഫോൾസ് ആണ് അല്ലെ. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, x follows binomial distribution with parameters 2 and 1/2 and y is equal to x square ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് y ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് എക്സ്പെക്ടേഷൻ ഓഫ് x സ്ക്വയർ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ ഇവിടെ നമ്മൾക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണല്ലോ. സോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെയും നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് x സ്ക്വയർ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ വേരിയൻസ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ എഴുതി. നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് നമ്മൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക, എക്സ്പെക്ടേഷനും വേരിയൻസും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക, വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ അല്ലെ. അപ്പൊ എനിക്ക് വേരിയൻസ് ഓഫ് എക്സും തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും അതുപോലെ തന്നെ വേരിയൻസ് ഓഫ് എക്സും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. അതിന് അവർ തന്നിരിക്കുന്നത് എന്താ, എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് 2 and 1/2. സോ 2 എന്ന് പറയുമ്പോൾ n is equal to 2 ആണ്, p is equal to എന്താണ്, 1/2. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞത് n ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ np ആണ്. സോ 2 into 1/2 1 വരും അല്ലെ. ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് npq ആണ് അല്ലെ. p 1/2 ആണ് എങ്കിൽ q എന്തായിരിക്കും, 1 minus p ആണ് q തരിക. സോ 1 minus 1/2 is again 1/2. സോ npq എന്ന് പറയുമ്പോൾ നമുക്ക് 1/2 വരും അല്ലെ. സോ ഇത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ വേരിയൻസ് ഇസ് 1/2, എക്സ്പെക്ടേഷൻ ഇസ് 1, 1 square is 1 square. സോ ദാറ്റ് ഗിവ്സ് യു 3/2 അല്ലെ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരും.